ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. നമ്മുടെ നീറ്റ് റിസൾട്ട്സ് ഉടനെ അനൗൺസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾക്കറിയാം, നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോളേജുകളിൽ അഡ്മിഷൻ നേടാനായി കൗൺസിലിംഗ് പ്രോസസ്സ് ഉണ്ട്. കൗൺസിലിങ്ങിൽ നമ്മുടെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൗൺസിലിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് പറയും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. പല സ്റ്റേജസിലായിട്ടാണ് കൗൺസിലിംഗ് നടക്കുക. അപ്പോൾ കൗൺസിലിങ്ങിനെ നിങ്ങൾക്ക് കോളേജുകൾ ഓപ്റ്റ് ചെയ്യാം. ഓരോ സ്റ്റേജിലും നിങ്ങളുടെ സ്കോർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത് അപ്പോഴാണ് അറിയാൻ പറ്റുക. അപ്പോൾ ഈ കൗൺസിലിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു സമയമാണ് അതിനായിട്ടുള്ള കറക്റ്റ് സമയം. നിങ്ങളിപ്പോൾ ഓൾറെഡി NTA ആൻസർ കീ കണ്ടിട്ടുണ്ടാകും. ചലഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും OMR ഒക്കെ നിങ്ങൾ ചലഞ്ചും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷം എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടാവില്ല, അവർ പറയും, വഴിയേ വരും അത്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ സ്കോർ ഒരുവിധം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മളൊരു കട്ട് ഓഫ് ഓൾറെഡി നമ്മുടെ നീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ട് ഈ വർഷത്തെ നല്ല ടഫ് എക്സാം ആയതുകൊണ്ട് ഒരു ആവറേജ് കട്ട് ഓഫ് ഓൾറെഡി നമ്മുടെ CEO വന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണുക, നിങ്ങൾക്ക് കട്ട് ഓഫിൻ്റെ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. വാട്ട് എവർ ഒരു 550 ആൻഡ് അബവ് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് എന്താണെങ്കിലും ഒരു സീറ്റ് പ്രതീക്ഷിക്കുക. ബാക്കി നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ട് ലോവർ സ്കോർസിലുള്ളവർക്കും സീറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ കൗൺസിലിങ്ങിന് കൊടുക്കുമ്പം ഓൾ ഇന്ത്യ കോട്ടയിലാണോ സ്റ്റേറ്റ് കോട്ടയിലാണോ കൊടുക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ കോളേജ് ഓപ്റ്റ് ചെയ്യാൻ. ഇനി കൗൺസിലിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് മിസ് പറയട്ടെ. ഒന്നാമത്തേത് നമ്മുടെ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, നീറ്റ് 2025 അഡ്മിറ്റ് കാർഡ്, നീറ്റ് 2025 സ്കോർ കാർഡ്, അതായത് നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൂന്നാമത്തേത് നിങ്ങളുടെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, അത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് യൂസ് ചെയ്യാം. ക്ലാസ് 10ൻ്റെ SSLCയുടെ സർട്ടിഫിക്കറ്റ്. പിന്നെ രണ്ടാമത്തത് ക്ലാസ് 12ൻ്റെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്. കുറച്ച് പേർക്ക് റിസൾട്ട് വന്നപ്പം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എഴുതിയവരാണെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ക്ലാസ് 12ൻ്റെ മാർക്ക് ഷീറ്റ് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കുക, കിട്ടുകയാണെങ്കിൽ നല്ലത്. പിന്നെ ഒരു വാലിഡ് ഫോട്ടോ ID പ്രൂഫ് വേണം. അത് ആധാർ കാർഡാണ് ഏറ്റവും ബെറ്റർ, കാരണം നിങ്ങൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്തവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പാൻ കാർഡ്, പിന്നെ അതേപോലെ തന്നെ പാസ്പോർട്ട്, വോട്ടേഴ്സ് ID ഉള്ളവർക്ക് അതും യൂസ് ചെയ്യാം. ആൻഡ് ദെൻ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, SC ST OBC ഏത് കാറ്റഗറി ആണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. കുറേ പേര് ചോദിക്കും കഴിഞ്ഞ വർഷത്തേത് ഓക്കെ ആണോ എന്ന്. കാരണം നിങ്ങൾക്കറിയാലോ, ഓരോ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴും അതിൻ്റെ വാലിഡിറ്റി കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം ആ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുക, കഴിഞ്ഞ വർഷത്തെ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ NTA ബുള്ളറ്റിൻ, കൗൺസിലിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസ്, NTA ഫസ്റ്റ് നമ്മുടെ നീറ്റ് 2025 അനൗൺസ് ചെയ്തപ്പോൾ ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൗൺസിലിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ വാലിഡിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കൺസിഡർ ചെയ്യുക. പക്ഷേ 2024 എടുത്ത സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ല. പിന്നെ PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇഫ് ആപ്ലിക്കബിൾ നിങ്ങളുടെ PWD സർട്ടിഫിക്കറ്റ്. ഈ PWDക്ക് തന്നെ, അതായത് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള മക്കൾക്ക് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ മക്കൾ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഇവർക്ക് ഡിസബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായത് നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ്. ഇപ്പം ഐസൈറ്റ് റിലേറ്റഡ് ആവാം അല്ലേ. അപ്പോൾ ഇനി എക്സാമിന് ശേഷം എനിക്ക് ഡിസബിലിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് കൗൺസിലിങ്ങിന് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? കാരണം എൻ്റെ നീറ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ PWD കാറ്റഗറി അല്ല, ജനറൽ കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിപ്പം എക്സാമിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് റിസർവേഷൻ എലിജിബിൾ ആണെന്ന് മനസ്സിലായതെങ്കിൽ നിങ്ങൾ ഈ ഡീറ്റെയിൽസും നിങ്ങളുടെ ഡോക്യുമെൻറ്റും ഒക്കെ വെച്ചിട്ട് NTA ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് ഒരു ഇമെയിൽ അയക്കുക. അത് ഇപ്പോൾ തന്നെ ചെയ്യാം. ഈ ഡോക്യുമെൻറ്റും പ്രൂഫും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇമെയിൽ അയക്കുക. ഞാൻ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേര്, രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തത് ജനറൽ ഇതിലായിരുന്നു, പക്ഷേ പിന്നീടാണ് എനിക്ക് ഡിസബിലിറ്റി മനസ്സിലായത്. സോ യു ഹവ് ഓൾറെഡി നോട്ടിഫൈഡ് ദം, റൈറ്റ്? എന്നിട്ട് അതിനുശേഷം കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ എലിജിബിലിറ്റി അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാ കാറ്റഗറീസും ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതുവഴി അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ
പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോഗ്രാഫ്സ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് വേണം. ഒരു 2-3 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് റെഡിയാക്കി വെക്കുക. പിന്നെ വേണ്ടതാണ് നമ്മുടെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഗ്യാപ്പ് എടുത്തവരാണെങ്കിൽ ഗ്യാപ്പ് ഇയർ കാണിക്കുന്ന എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് കാണിക്കുന്ന ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്, അത് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി, മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ ബുള്ളറ്റിനിൽ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, NTA തന്ന ബുള്ളറ്റിനിൽ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെക്കണം. ഇനി വൺ മോർ തിങ് ഈസ്, സ്റ്റേറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ ആ സ്റ്റേറ്റിലെ സിറ്റിസൺ ആണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒബ്റ്റെയിൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. എന്നിട്ട് മാത്രം നമ്മൾ കൗൺസിലിംഗ് പ്രൊസീജിയറിലേക്ക് പോവുക. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ കിടന്ന് ഓടി വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പോഴേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. ഐ ഹോപ്പ് this information was helpful. Wishing you the very best for your NEET results and counseling. Good luck.